ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിൽ കൂടിയല്ലാതെ ഒരുത്തരും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞു, യേശു മാത്രമാണ് വഴിയാരത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാൽവരിയിലെ 3 ആണികളിന്മേൽ നമുക്ക് വേണ്ടി മരണപ്പെട്ട് നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണ്? പാപിയായ എനിക്കും നിനക്കും നിത്യജീവന അവകാശികളായി തീരുവാൻ വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന നല്ലവരായ ഞങ്ങൾക്കറിയാം, ഇന്ന് ഈ മദ്യപാനം മൂലം, ഈ പുകവലി മൂലം ഇന്ന് പല കുടുംബങ്ങളിലും സമാധാനത്തിന് പകരം അസമാധാനവും അശാന്തിയും സൃഷ്ടിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുകയാണ്, യേശുവിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷയുള്ളത്. യേശുവാണ് വഴിയും സത്യവും ജീവനുമെന്ന് യേശു തന്റെ പരസ്യ ശുശ്രൂഷവേളയിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകം വന്നത്, ലോകത്തിൽ നമുക്ക് അനുമനായ യേശുനാഥൻ ഈ ലോകത്തിൽ കടന്നു വന്നത് എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം അത് വെറുതെ പുകവലിച്ചും മദ്യപിച്ചും നശിപ്പിച്ച് കളയുവാനുള്ളതല്ല. അത് നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ളതാണ്. നീ മദ്യപിക്കാൻ ഉപയോഗിക്കുന്ന നിന്റെ പണം, നീ പുകവലിക്കാൻ ഉപയോഗിക്കുന്ന ആ പണം നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളും അനുഭവിക്കേണ്ടതായ ആ പണമാണ്. അത് എന്തിന് നമ്മൾ മറ്റുള്ള മദ്യ കമ്പനിക്കാർ കൊടുക്കണം? നമ്മളെ കുഞ്ഞുങ്ങൾ അവർ വളരേണ്ടതാണ്. അവർ വളർന്ന് നല്ല വിദ്യാസമ്പന്നരായി നാളെ തലമുറകളായി തീരേണ്ടതാണ്. അവർ ഒരിക്കലും പുകവലിക്കുന്നതും മദ്യപിക്കുന്നതുമായ ഒരു പിതാവിനെ കണ്ടു വളരേണ്ടതല്ല. എന്നാൽ ഒരു മാതൃക പുരുഷനായ ഒരു പിതാവിനെ കാണണം. ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കണ്ടു വളരുവാൻ വരും തലമുറ അങ്ങനെ ആയിരിക്കണം. യേശു പിന്നെയും പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞ് ദൈവം എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളും ഞാനുമായിരിക്കുന്ന ഈ ഭൗമ ശരീരമാണ് ദൈവം വസിക്കുന്ന ആലയം എന്നറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഈ 5 രൂപയ്ക്കോ ഒരു മദ്യത്തിനോ നശിപ്പിക്കുവാൻ കഴിയുന്നല്ല നമ്മുടെ ഈ ശരീരം. അത് യേശു വസിക്കുന്ന ശരീരമാണ്. അത് നശിപ്പിച്ചാൽ അതിന്റെ കണക്ക് കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഈ ശരീരത്തിലാണ് യേശു വസിക്കേണ്ടത്. അതുകൊണ്ട് ഈ ശരീരം വിശുദ്ധിയിലും വേർപാടിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പ്രിയമുള്ള ഞങ്ങളെ ശ്രമിക്കുന്ന നാട്ടുകാരെ, ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ മദ്യത്തിനും പുകവലിക്കും അടിമപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, അസമാധാനത്തിലും അശാന്തിയിലുമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു പറയാൻ മടി കാണുമായിരിക്കാം. എന്നാൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അടുക്കലേക്ക് വരേണ്ട കാര്യമില്ല. നിങ്ങൾ നിലത്തുന്ന നിലപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ കാരണമാണ് എന്റെ കുടുംബത്തിൽ അശാന്തിക്ക് കാരണം, അസമാധാനത്തിന് കാരണം, ഞാൻ കാരണം അയൽവക്കക്കാരുമായി എനിക്ക് പിണങ്ങേണ്ടി വന്നു, ഞാൻ കാരണം എന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങേണ്ടി വന്നു, എന്റെ ഭാര്യ ഒരു രോഗിയായി തീർന്നു, എല്ലാത്തിനും ഞാൻ തന്നെയാണ് കാരണക്കാരൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് എനിക്ക് ഈ മദ്യത്തിൽ നിന്ന്, ഈ പുകവലിയിൽ നിന്നും ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. ഇത് നിവസിക്കുന്ന ശരീരമാണ്. ഈ ശരീരത്തെ നശിപ്പിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതോ പ്രത്യുത ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടതായ പ്രധാനപ്പെട്ട കടമ നമ്മൾക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ ഈ ശരീരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ആ ശരീരം നശിപ്പിക്കുവാൻ സാധ്യമല്ല. അത് ശ്വസിക്കുന്ന മന്ദിരമാണ്. നിങ്ങൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഊന്നി പറയുകയാണ്, ഈ കാണുന്ന ലോകമോഹങ്ങളും നീ ഒരിക്കൽ നശിച്ചു പോയാൽ നിന്നെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. എന്നാൽ നീ ഒരു സന്മാർഗിയായി നിന്റെ കുടുംബത്തിന്, നാട്ടുകാർക്ക് അനുഗ്രഹമുള്ളവനായി നീ ജീവിക്കുമ്പോൾ നിനക്ക് അതിന്റെ അനുഗ്രഹം കാണുവാൻ കഴിയും. നിന്റെ കുട്ടികളിൽ, നിന്റെ തലമുറകളിൽ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് വരുവാൻ കഴിയും. എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ ഓർക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവന് ക്രൂശിന്മേൽ തൂങ്ങിയത്. അവന്റെ കളങ്കമില്ലാത്ത രക്തം നമ്മുടെ ഈ പാപത്തിന് വേണ്ടി അവൻ ഒഴുക്കി 3 ആണികളിൽ മേൽ. ആ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെ ഓർക്കുക. എന്നാൽ നിങ്ങൾക്ക് മദ്യപിക്കുവാനോ പുകവലിക്കുവാനോ കഴിയുന്നതല്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ടല്ലേ, നമ്മൾ ദിവസം തോറും വിഡ്ഢികളായിക്കൊണ്ടിരിക്കല്ലേ. പുകവലിക്കുന്ന ഒരു വ്യക്തിക്കറിയാം, ആ സിഗരറ്റ് പാക്കറ്റിൽ മേൽ എഴുതിയിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന്. മദ്യപിക്കുന്ന വ്യക്തിക്ക് വളരെ അറിയാൻ കഴിയും, ആ മദ്യക്കുപ്പിയിൽ മേൽ എഴുതിയിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ സേവിക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരായി തീരുകയാണ്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങൾ
നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ടതായ പണമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവമേ, ഞാൻ അശാന്തിയുടെയും അസന്മാർഗിയുടെയും ഈ പാപത്തിന്റെയും ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ഞങ്ങൾ ജീവിച്ചു. ഇനി ഞങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ആ ജീവിക്കുന്ന യേശുവിനെ ഞങ്ങൾക്ക് സേവിക്കണമെന്ന് പറയുവാൻ ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഒരിക്കലും പാപത്തിൽ പെട്ടുകൊണ്ട് ഒരു നശിച്ച തലമുറയ്ക്ക് വേണ്ടിയല്ല, ഒരു നശിച്ചു പോകുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇത് ആഹ്വാനം ചെയ്യുന്നത്. നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ലൊരു ഭാവി തലമുറയെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചതായ ലഘുലേഖകളിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കൗൺസിൽ ചെയ്യുന്നതുമായിരിക്കും.